ഹലോ, എൻ്റെ പേര് ജസ് ജെയിംസ്. ഞാൻ നിങ്ങളുടെ ഹൈജീൻ കൺസൾട്ടൻസ്. ഞാനിന്നിവിടെ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ്, രാഗം തിയേറ്ററിനടുത്തുള്ളത്. ഇതൊരു 72 റൂംസുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് 300 പേർക്കുള്ളൊരു ബാങ്കറ്റ് ഹാളുണ്ട്, 100 പേർക്കുള്ളൊരു ബാങ്കറ്റ് ഹാളുണ്ട്. അതുകൂടാണ്ട് ഒരു 50 പാക്സ് റെസ്റ്റോറൻറ്റുണ്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിനോവേഷൻ സംബന്ധിച്ച് ഉള്ളൊരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ മഹേഷാണ്. മഹേഷ് എലൈറ്റ് ഹോട്ടലിൻ്റെ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറാണ്. സോ മഹേഷ്, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നമ്മുടെ ഈ ഹോട്ടലിൻ്റെ റിനോവേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതിനകത്ത് ഹൈജീൻ്റെ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്കത് പ്രൂവ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്, ഗസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് വളരെ നൂതനമാക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി റിനോവേഷൻ സംബന്ധിച്ച് നമ്മൾ MD ആയിട്ട് സംസാരിച്ചു, മഹേഷിനെ ഡെപ്യൂട്ടി ചെയ്തു. സോ നൗ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ്. സോ ലെറ്റ് us ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് റിസപ്ഷൻ. അല്ലേ, റിസപ്ഷനകത്ത് നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത റിനോവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആസ് എ കൺസൾട്ടൻറ്റ് ഐ സജസ്റ്റ് ഫ്യൂ തിങ്സ് ഹിയർ. ഫസ്റ്റ് തിങ് ഈസ് വെനെവർ നമ്മളൊരു ഗസ്റ്റ് ഒരു ഹോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റിസപ്ഷനിൽ വരുന്നത്. അതെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പം ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഒരു വെർച്വൽ ഇംപ്രഷൻ മാത്രം പോരാ. ദേ ഹാവ് ടു ഫീൽ എ സെൻസ് ഓഫ് ആരോമ. അല്ലേ, അവർക്ക് നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ല് കിട്ടണം. പ്ലസൻറ്റ് സ്മെൽ ഇസ് എ പാർട്ട് ഓഫ് ക്രിയേറ്റിംഗ് എൻ ആംബിയൻസ്. അപ്പോൾ നമുക്കിവിടെ ഇല്ലാത്തത് വന്നാൽ നമുക്ക് വേണ്ടതുമായിട്ടൊരു കാര്യം, നമുക്കൊരു സിഗ്നേച്ചർ ആരോമ ഇവിടെ സെറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലേ, ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് തിങ്, വി ഹാവ് ടു കീപ് ഫ്യൂ പ്ലാൻസ് ഓവർ ഹിയർ. നമുക്കിവിടെ പ്ലാൻസ് ഒന്നും തന്നെ ഇല്ല. വി ഹാവ് ടു കീപ് 1 or 2 more പ്ലാൻസ്. അപ്പം ഈ പ്ലാൻസ് വെച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ദർ ഈസ് എ പ്ലാൻ നോൺ എസ് എ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിലീസ് സോ മച്ച് ഓഫ് ഓക്സിജൻ ആൻഡ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. സോ ദാറ്റ് വിൽ ഓൾസോ അഗെയിൻ എൻഹാൻസസ് ദ ഗസ്റ്റ് എക്സ്പീരിയൻസ്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ബാലൻസ് ഫ്ലോർ ടു റൂഫ്, യു പീപ്പിൾ ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും തന്നെ സജസ്റ്റ് ചെയ്യാനില്ല. ശരിയല്ലേ? ശരിയാണ്. ദെൻ ഫ്യൂ മോർ തിങ്സ് ഹാസ് ടു ബി ആഡഡ് ഹിയർ ഇസ് ദ സൈനേജസ്. യു നീഡ് ടു ഹാവ് മോർ സൈനേജസ്. അതായത് ഡയറക്റ്റിംഗ് വാട്ട് ഈസ് ദ എക്സിറ്റ്, വെർ ഈസ് ദ എൻട്രൻസ്, ആൻഡ് ഹിയർ ഇൻ ദ കേസ് ഓഫ് റിസപ്ഷൻ യു ഹാവ് ടു പുട്ട് എ ബെറ്റർ സൈനേജ് ഫോർ റിസപ്ഷൻ ആൻഡ് ഫോർ ദ ഗസ്റ്റ് ടോയ്ലറ്റ് റൂംസ്. ഇതിൻ്റെയൊക്കെ സൈനേഴ്സ് നമുക്കിവിടെ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ സൈനേഴ്സ് ഇല്ല. സോ ദീസ് ആർ ഫ്യൂ തിങ്സ്. ഒരു പ്രഥമ ദൃഷ്ടിയാൽ ഇനി ഞാൻ കണ്ട സാധനങ്ങളാണ്. ബാക്കി എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മഹേഷ്. മഹേഷ് ക്യാൻ ഡെഫിനറ്റ്ലി ഗൈഡ് us. ഓക്കെ, നമുക്കിനി അടുത്ത എങ്ങോട്ടാണ് മഹേഷ്? നിങ്ങളുടെ നമുക്ക് റിസപ്ഷൻ നേരെ റെസ്റ്റോറൻറ്റ് പോവാം. റെസ്റ്റോറൻറ്റ്, ബാറുണ്ട്. ഓക്കെ, പിന്നെ ബാങ്കറ്റ് ഹോൾസ്. ഓക്കെ, സോ വിൽ ഗോ ടു റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ ഉള്ളത് 50 പാക്ക് റെസ്റ്റോറൻറ്റ്. നമ്മൾ നേരത്തെ സംസാരിച്ച 50 പാക്ക് റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ബുഫേ കൗണ്ടറുണ്ട്. ആൻഡ് ദ ലൈറ്റിംഗ്സ് ഹാസ് ഓൾസോ ബീൻ ഡൺ വെരി പെർഫെക്റ്റ്ലി. സോ കൺഗ്രാറ്റ്സ്, ഇറ്റ്സ് എ വെരി ഗുഡ് ജോബ് യു ഹാവ് ഡൺ. ആൻഡ് വെൻ യു കം ടു ദാറ്റ് ബുഫേ കൗണ്ടർ ഏരിയ, ടു ദാറ്റ് വാഷ് ഏരിയ, വി ഹാവ് ടു ഹാവ് എ ഹോൾ. ഐ മീൻ ഒരു വോളോ അല്ലെങ്കിൽ ഒരു പാർട്ടീഷനോ എന്തെങ്കിലും വേണ്ടി വരും. കാര്യം ഡയറക്റ്റ്ലി നമുക്കിവിടെ കാണാതിരിക്കാൻ വേണ്ടി. ദെൻ all the wash counters are nicely arranged and you are, positioned ergonomically. നമ്മുടെ ഈ ഹാൻഡ് വാഷ് ഡിസ്പെൻസേഴ്സ് വെച്ചിരിക്കുന്ന എർഗോണോമിക്കലാണ്. ബട്ട് വി നീഡ് 1 more ഡിസ്പെൻസർ ഹിയർ. ഇപ്പം നമുക്ക് 2 ഉള്ളൂ. സോ ദ പേഴ്സൺ ഹു ideally you can keep 1 more. 1 more dispenser here. Otherwise sometimes there is a rush here. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത്. This is also fine. This 2 is also fine. 2 നമുക്ക് ഒരു മിനിമലിസ്റ്റിക് കോൺസെപ്റ്റ് 2 നിർത്താം. That is also fine. Then another important thing is the lighting. What you have done is perfectly good. Usually what we have seen in hotels is that this glass will come to this level, so there is no chance for keeping dispensers. But you had managed it nicely. You have got enough space so that dispensers can be kept there. Okay, dispenser നമുക്ക് വെക്കാൻ പറ്റും. And once you turn back, because this is a 50 pack restaurant, but lunch time you can expect at any point of time there will be 10 to 12% in the wash area. 10 തൊട്ട് 12 വരെ ആൾക്കാർ വാഷ് ഏരിയയിൽ നിൽക്കാം. ഒരു 20% ആൾക്കാർ എപ്പോഴും വാഷ് ഏരിയ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ദി സ്പേസ് ഇസ് ഇനഫ്. സ്പേസ് വളരെ
അഡിക്വേറ്റ് ആണ്, നമുക്കൊരിക്കലും റഷ് ഫീൽ ചെയ്യത്തില്ല. ആൻഡ് വൺസ് യു കം ബാക്ക് യു ആർ പൊസിഷൻ ദിസ് വെരി കറക്റ്റ്ലി. നിങ്ങൾ പൊസിഷൻ ചലിക്കുന്ന വളരെ കറക്റ്റായിട്ടാണ്. കാര്യം എപ്പോഴും ആദ്യമേ ഹാൻഡ് ഡ്രയർ ഉപയോഗിക്കണം. ഹാൻഡ് ഡ്രയർ ഉപയോഗിച്ച് കഴിയുമ്പോൾ കൈ ഒരു ഓൾമോസ്റ്റ് ഒരു 60-70% ഉണങ്ങും. പിന്നെ നമ്മൾ ടിഷ്യൂ എടുക്കുമ്പോഴത്തേക്കും ടിഷ്യൂവിൻ്റെ എണ്ണം കുറച്ചെടുക്കാം. പിന്നെ അതല്ലെങ്കിൽ നനഞ്ഞ കൈ ടിഷ്യൂ പിടിക്കുന്നത് മാത്രം കീറിപ്പോരും. അപ്പം ടിഷ്യൂ ഈസ് ആക്ച്വലി ഇതാണ് ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് അല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ കട്ട് ഡൗൺ ഫ്രം ട്രീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് അഡിക്വേറ്റ്ലി എനി ഹോട്ടൽ ഹാസ് ടു ഡു, ബിക്കോസ് ദ നമ്പർ ഓഫ് ഫുട്ഫോൾ ഈസ് വെരി ഹൈ. നമുക്ക് ഫുട്ബോൾ കൂടുന്നതനുസരിച്ച് ടിഷ്യൂസിൻ്റെ യൂസേജ് കൂടും. അപ്പോൾ ആ യൂസേജ് കുറയ്ക്കാൻ വേണ്ടി ഐഡിയലി ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു കീപ് ദ ഹാൻഡ് ഡ്രയർ ഫസ്റ്റ്, സോ ദാറ്റ് ദ ഗസ്റ്റ് വിൽ ആഫ്റ്റർ വാഷിംഗ് യൂസ് ദ ഹാൻഡ് ഡ്രയർ, ദെൻ ദേ വിൽ ഗോ ടു ദ ടിഷ്യൂസ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ഓപ്ഷൻ കൂടി ചെയ്യാം. യു ക്യാൻ ടോട്ടലി അവോയ്ഡ് ദിസ്. ഇത് നമുക്ക് ടോട്ടലി അവോയ്ഡ് ചെയ്യാം, ടിഷ്യൂ പേപ്പർ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ ഇസ് എ റിക്കറിംഗ് കോസ്റ്റ്. റിക്കറിംഗ് കോസ്റ്റ് ഒഴിവാക്കിയാൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൊടുത്തു, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഹാൻഡ് ഡ്രയർ ദിസ് എ ബേസിക് ഹാൻഡ് ഡ്രയർ. ഇതിന്റെ ഒരു എയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ 15 മീറ്റർ/സെക്കൻഡേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു 15 മീറ്ററിന് പകരം ഒരു 70 മീറ്റർ/സെക്കൻഡ് അത് എയർ ഫ്ലോ ഉള്ള മെഷീൻ വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് നമ്മുടെ കയ്യിലെ വെള്ളം മുഴുവൻ പോകും. കാര്യം എയർ ഫ്ലോ കൂടുതലുള്ളതാണ്. അങ്ങനെ ഒരു എയർ ഫ്ലോ കൂടുതലുള്ള മെഷീൻ വെക്കുവാണെങ്കിൽ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. സോ ദാറ്റ് റിക്കറിങ് എക്സ്പെൻസ് കുറയ്ക്കാം. ഇതൊരു മാൻഡേറ്ററി ഒരു സ്റ്റാറ്റ്യൂട്ടറി നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വെക്കുന്ന ഒരു ഹാൻഡ് ഡ്രയർ ആണ്. ഇതുകൊണ്ട് നമുക്ക് വലിയ പർപ്പസ് ഇല്ല. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടിഷ്യൂ വേണം, യു ആർ കെപ്റ്റ് ഇറ്റ്. ബട്ട് യു ക്യാൻ റിഡ്യൂസ് ദറ്റ് കോസ്റ്റ് ബൈ റീപ്ലേസിംഗ് ദിസ് വിത്ത് എ 70 മീറ്റർ/സെക്കൻഡ് ഹാൻഡ് ഡ്രയർ. So these are the few things to suggest here. Rest everything is good. And there in the dining area, you should not keep any aroma because it will adequately affect the flavor of the food. ഒരു അരോമയും നമുക്ക് ഡൈനിങ് ഏരിയ വെക്കാൻ പറ്റില്ല. അതേസമയം നമുക്ക് ഇവിടെ നിങ്ങളുടെ ഒരു വോള് വന്നു കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഹാവ് എ ഗ്ലാസ് ഡോർ അല്ലേ. ഗ്ലാസ് ഡോറിന്റെ സൈഡിൽ വെക്കാൻ പറ്റിയ വിത്തൗട്ട് കറണ്ട്, വിത്തൗട്ട് ഇലക്ട്രിസിറ്റി, കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ മീൻ ഇലക്ട്രിസിറ്റി, വിത്തൗട്ട് ഇലക്ട്രിസിറ്റി, only with the ഡോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദർ ഇസ് എ എയർ കറണ്ട് ഫോംസ്. ആ എയർ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് 60 ഡേയ്സിന് വർക്ക് ചെയ്യുന്ന അരോമ ഉണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് വെക്ടർ. ആ വെക്ടർ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ the entire area will smell very pleasant. ആ ഒരു സിട്രസ് സ്മെല്ല് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. How many square feet coverage? ഈ ഒരു സ്മോൾ ഏരിയ കവർ ചെയ്യാനായിട്ട് ദാറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ. ഇറ്റ് ക്യാൻ കവർ അപ് ടു 200 square feet. 200 square feet. അപ്പോൾ അത് ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാഷ്റൂംസ് ആൻഡ് ഹാൻഡ് വാഷ് ഏരിയാസ്. അവിടെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അതൊരെണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ വാഷ് ഏരിയയിൽ ഒരു ഫൗൾ സ്മെല്ലിനെ അറസ്റ്റ് ചെയ്യാനും മാത്രമല്ല അത് എന്തെങ്കിലും കാരണവശാൽ ആ അരോമ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ തന്നെ അത് പീപ്പിൾ വിൽ എൻജോയ് ദാറ്റ് അരോമ. കാര്യം എന്താ വെച്ചാൽ സിട്രസ് സ്മെല്ലാണ്. സോ ദാറ്റ് ഈസ് അനദർ സജഷൻ വാട്ട് ഐ ഹാവ് ഫോർ ദിസ് ഏരിയ. സോ ദീസ് ആർ 2 things. വിൽ മൂവ് ടു അതർ ഏരിയ. മഹേഷ്, ഇത് നമുക്ക് 300 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബാങ്കറ്റ് ഹാളല്ലേ? ഇത് 7th ഫ്ലോറിൽ. ജസ്റ്റ് നൈസ്ലി ഡൺ. കാര്യം പില്ലേഴ്സ് വളരെ കുറവാണ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് അട്രാക്ഷൻ, വളരെ നല്ല അട്രാക്ഷൻ ആണ്. പിന്നെ ദിസ് ഇസ് ഡ്യൂ റിനോവേഷൻ അല്ലേ? റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്മീഡിയറ്റ് റിനോവേഷൻ കഴിയും. ഓൾറെഡി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഹൈജീൻ ഫാക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കും അഗൈൻ നമ്മൾ ആ റിസപ്ഷനിൽ കൊടുത്ത ആ ഒരു അരോമ ഇല്ലേ, ആ അരോമ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ സെയിം അരോമ വൺസ് ദേ ഗെറ്റ് ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ് ഇറ്റ് ബിക്കം ദ സിഗ്നേച്ചർ അരോമ ഫോർ ദ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ സിഗ്നേച്ചർ അരോമയായിട്ട് മാറും. അപ്പോൾ അത് തന്നെ നമുക്ക് ബാറിലും കൊടുക്കേണ്ടി വരും. സെയിം ഫ്രാഗ്രൻസ് കൊടുക്കാം, ബാറിലും കൊടുക്കാം. പക്ഷേ ഡൈനിങ് റൂം വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ഫുഡിന്റെ ആരോമ വരാവുള്ളൂ. അതെ, അപ്പോൾ ദെൻ വിൽ ഗോ ഫോർ എ ആരോമ വിച്ച് ഈസ് സൂട്ടിങ് ഓൾ ഓഫ് ദിസ്. അതിനെല്ലാത്തിനും സൂട്ട് ചെയ്യുന്ന ഒരു ആരോമയിലേക്ക് പോയിരിക്കും നല്ലത്. അപ്പോൾ ദാറ്റ് ഈസ് one thing, either vanilla or citrus or lemon, any of these things we can suggest. അതിനകത്ത് തന്നെ നമുക്ക് പല മോഡിഫിക്കേഷൻ. How many types of fragrance? We have around 28 types. 28. Again we can make customized fragrances for you. നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ഫ്രാഗ്രൻസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും വലിയ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ദിസ് ഇസ് അറൌണ്ട് 5000 square feet വരും അല്ലേ? 5000 square feet. 5000 square feet into 12 feet. അപ്പോൾ ഏകദേശം 60,000 cubic feet വരും അല്ലേ? ഈ 60,000 cubic feet വരുന്ന ഈ ഏരിയയിൽ നമ്മളെപ്പോഴും അരോമ നോക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ടത് ക്യൂബിക് ഫീറ്റ് ഏരിയ നോക്കേണ്ടത്, സ്ക്വയർ ഫീറ്റ് അല്ല. കാര്യം ആ എയർ വോളിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിന് സെൻട്രലൈസ്ഡ് നിങ്ങൾക്ക് ഒരു AC ആയിരിക്കും ഇതിന് വരുന്നത്, അല്ലെങ്കിൽ VRS സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതിനകത്തൊരു AHU എന്ന് പറഞ്ഞ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ ഒരു മെഷീൻ, ഒരു അരോമ മെഷീൻ കണക്ട് ചെയ്താൽ മതി. ഇതിനകത്ത് മൊത്തം അരോമ കിട്ടും, ഒരേ ഫ്രാഗ്രൻസ് കിട്ടും. അപ്പം ഒറ്റ ഒരു മെഷീൻ
നമ്മൾ ഈ AHUലേക്ക് കണക്ട് ചെയ്താൽ മതി. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന അരോമ മെഷീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ എ സ്മാർട്ട് ഫോൺ. ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ടൈമിംഗ് സെറ്റ് ചെയ്യുകയും എല്ലാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ചെയ്യാം. ഒരു മെക്കാനിക്കിൻ്റെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ, ആസ് ഇറ്റ്സ് എ ഡൈനിങ് ഏരിയ ഓൾസോ, മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നമുക്ക് ഈ ബിൻസ് വെക്കേണ്ടി വരും. ഡസ്റ്റ്ബിൻ. അതെ, ആ ഡസ്റ്റ്ബിനകത്ത് 2 എണ്ണമാണ്, ഒന്ന് ഫുഡ് വേസ്റ്റും ഒന്ന് നോൺ ഫുഡ് വേസ്റ്റും. അങ്ങനെ 2 ബിൻ വെക്കുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റ് സെഗ്രിഗേഷൻ ആസ് എ പോയിന്റ് ഓഫ് ഒറിജിൻ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് 300 പാക്സ് ആണെങ്കിൽ എത്ര ഡസ്റ്റ്ബിൻസോളം വെക്കേണ്ടി വരും? 300 പാക്സ് ആണെങ്കിൽ നമുക്ക് വൺ ടൈം ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് 120 ലിറ്ററിന്റെ 2 എണ്ണം ഒരു സൈഡിൽ, 2 എണ്ണം അടുത്ത സൈഡിൽ. ഏത് ഏരിയയിലായിട്ടാ അത് ഫുഡ് എവിടെയാണ് സെർവ് ചെയ്യുന്നത്, ആൾക്കാർ കഴിക്കുന്ന ഏത് ഏരിയയിൽ ഫുഡ് സെർവ് ചെയ്യുന്ന ഏരിയയിൽ തൊട്ടടുത്തായിട്ട് ഒരെണ്ണം വെക്കണം, ജസ്റ്റ് ഓപ്പോസിറ്റ് ഏരിയയിലും വെക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഒരേ ഏരിയയിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡ് കൂടും. അപ്പോൾ ആൾക്കാർ നമുക്ക് എത്ര ഡസ്റ്റ്ബിൻസ് വേണ്ടി വരും? ഐഡിയലി ഐ തിങ്ക് ദാറ്റ് 120 ലിറ്ററിന്റെ ആണ് 2 എണ്ണം മതി. 2 എണ്ണം മതി. അതായത് നമ്മളിപ്പോൾ മൊത്തം 4 എണ്ണം വെക്കുന്നത്, അത് 2 എണ്ണം ഫുഡ് വേസ്റ്റും മറ്റേ 2 എണ്ണം നോൺ ഫുഡ് വേസ്റ്റും. അപ്പോൾ അതായിരിക്കും നല്ലത്. പിന്നെ യൂഷ്വലി ഇങ്ങനെ ഒരു വലിയ പരിപാടി നടക്കുമ്പോൾ ദിസ് ഇസ് ബീൻ കേറ്ററിംഗ് ആൾക്കാർ ഇത് മാനേജ് ചെയ്യുന്ന കാര്യമാണ്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ പ്രഥമദൃഷ്ടിയാൽ നോക്കുന്നത്. ബാക്കി നിങ്ങളുടെ റിനോവേഷന്റെ പാർട്ടായിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതിന്റെ കാണുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് ടോയ്ലറ്റ് കാണാം. മഹേഷ്, കൺഗ്രാറ്റ്സ്. ബ്യൂട്ടിഫുള്ളി ഡൺ വാഷ്റൂം. എനിക്കതേ പറയാനുള്ളൂ. നമുക്ക് 10 വാഷ് കൗണ്ടേഴ്സ് ഉണ്ട്. ആ 10 വാഷ് കൗണ്ടേഴ്സും സെൻസർ എനേബിൾഡ് ആണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ വേസ്റ്റേജ് വരുന്നില്ല. ദാറ്റ് ഹാസ് ബീൻ നൈസ്ലി ഡൺ ആൻഡ് യു ഹാവ് അഡിക്വേറ്റ് നമ്പർ ഓഫ് ഡിസ്പെൻസേഴ്സ് ഓർ സോപ്പ് ഡിസ്പെൻസേഴ്സ് ഓൾസോ. So these things are very well organized and congrats to you. This shows your credibility as a executive housekeeper. Then you have put 2 dispensers over there. This is a aerosol dispensers. See, aerosol means it produces gas. So what has happened, you have got നമുക്കിവിടെ ഇതുണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. ശരിയല്ലേ? ഈ എക്സോസ്റ്റ് വലിക്കാൻ നേരത്ത് ഇതിന്റെ സ്മെല്ല് പുറത്തുപോയി നിൽക്കത്തില്ല. അപ്പൊ നമുക്കിവിടെ വേണ്ടിയത് ഈ ഇതിന് പകരം ഒരു നോർമൽ എയറിന്റെ മൂവ്മെന്റോട് വർക്ക് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല വെക്ടറിന്റെ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഈ വാതിലിന്റെ ടോപ്പിലായിട്ട് ഒരെണ്ണം വെക്ടറിന്റെ. അതിനുശേഷം നമ്മളിത് ഈ ലേഡീസ് വാഷ്റൂമിന്റെ എപ്പോഴും നമ്മൾ വാതിലിന്റെ സൈഡിലായിട്ട് വേണം പിടിപ്പിക്കാൻ. അവിടെ ഒരെണ്ണം, മനസ്സിലായി? പിന്നെ ജെൻസിന്റെ അതിനകത്ത് നമുക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. കാര്യം ഇപ്പം നിങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യൂറിനൽ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺവെൻഷണൽ വൺ. അതിനൊരു 20 ഡേയ്സിൽ കൂടുതലൊന്നും ലൈഫില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ ഗിവ് യു യൂറിനൽ മാറ്റ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 60 ഡേയ്സ് ലൈഫ് കിട്ടുന്ന യൂറിനൽ മാറ്റ് തരാൻ പറ്റും. അപ്പം 60 അത് ഡ്യുവൽ സൈഡാണ്. സ്മെല്ല് 60 ഡേയ്സ് അതിന് ഡ്യുവൽ സൈഡാണ്. ഡെയിലി വാഷബിൾ ആണോ? എങ്ങനെ നമുക്ക് അത് നമുക്കിപ്പം നമ്മൾ ഡെയിലി വാഷ് ചെയ്യല്ലോ. പ്രോഗ്രാം ഉള്ളപ്പോഴല്ലേ ഉള്ളൂ. പ്രോഗ്രാം ഉള്ളപ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഡിസൈൻ ഫോർ ഹൈ ട്രാഫിക്. അപ്പൊ അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മെൻസ് യൂറിനകത്ത് നിങ്ങൾക്ക് വേറെ ഒരു ആരോമ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനം വേണ്ട. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഇവിടെ ഒരു വെക്ടറിന്റെ ഒരു ഡിസ്പെൻസർ വേണം, ലേഡീസിനകത്ത് ഡിസ്പെൻസർ വേണം, ജെൻസിനകത്ത് നിങ്ങൾക്ക് 3 മെൻസ് യൂറിനൽ സിസ്റ്റമാണ് ഉള്ളത്. ഓരോ യൂറിനൽ മാറ്റും വേണം. 60 days working capacity. That is enough. And if you ask me, here in this case, നിങ്ങൾ ഇതിനകത്ത് ഈ ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അഗെയിൻ ഐ എം എ എക്കോ ഫ്രണ്ട്ലി പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോട്ടലി എഗൻസ്റ്റ് ആണ് ടിഷ്യൂ പേപ്പർ വെക്കുന്നതിന്. ഇവിടെ ഈ ഡിസ്പെൻസർ മാറ്റണം. ഇതിനകത്ത് 2 റീസൺ ഉണ്ട് ഞാൻ ഇത് മാറ്റാൻ പറയുന്നത്. ഒന്ന്, ദിസ് ഈസ് പ്രൊട്രൂഡിങ് ഔട്ട് സൈഡ്. കണ്ടമാനം പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ മൂവ്മെന്റിനെ ഹിൻഡർ ചെയ്യും. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ ആൾക്കാർ ഇവിടെ 300 പേര് പരിപാടി നടന്ന വാഷിലേക്ക് വരുമ്പോഴത്തേക്ക് സൈമൾട്ടേനിയസ്ലി ഒത്തിരി ആൾക്കാർ വരും. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് ഇതിനേലും ഇത് വളരെ പവർ കുറഞ്ഞ മെഷീനാണ്. നമുക്കൊരു 70 to 100 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 15 മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. മറ്റേത് 70 മുതൽ 100 മീറ്റർ പെർ സെക്കൻഡ് എയർ ഫ്ലോ ഉള്ള ഭിത്തിയോട് ചേർന്നിരിക്കുന്നു. അതായത് ഇതിന്റെ ഒരു 1/3 തിക്നെസ്സേ ഉള്ളൂ. ആൻഡ് ദിസ് ഹാസ് ഗോട്ട് ഓൺലി 1 ഔട്ട്ലെറ്റ്. ഞാൻ പറയുന്ന മെഷീന് ദിസ് ഷുഡ് ഹാവ് 2 ഔട്ട്ലെറ്റ്സ്.
അപ്പം നമ്മൾ ഈ രണ്ട് കൈ ഇങ്ങനെ പിടിക്കട്ടെ, ഇങ്ങനെ പിടിച്ചാൽ മതി. സോ ഇതിനകത്ത് ഒരാൾക്ക് ഒരു 10 സെക്കൻഡ് എടുക്കുന്നത്, അതിനകത്ത് ഒരാൾക്ക് 2 സെക്കൻഡ് മതി. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. യു ക്യാൻ അവോയ്ഡ് ദിസ് ഓൾസോ. മനസ്സിലായില്ലേ? പിന്നെ ഈ 2 എണ്ണം ഇവിടെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇത് ഒരെണ്ണം അങ്ങേ മൂലയിലേക്ക് മാറ്റണം. ഇത് നമ്മുടെ ലാസ്റ്റ് വൺ. നോ, ദാറ്റ് ഹാസ് ടു മൂവ് ടു ദാറ്റ് എൻഡ്. ആ കോർണറിലേക്ക് മാറ്റണം. ഇത് നമ്മുടെ ഈ ഒരു കോർണറിലേക്ക്, തുറക്കാത്ത വാതിലിന്റെ കോർണറിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് പറ്റി, നമുക്ക് ഇതിന്റെ തിക്നെസ്സിനാലും തിക്നെസ് കുറവാണ്. ഞാൻ പറഞ്ഞ ഹാൻഡ് ഡ്രയറിന് ദാറ്റ് ഇസ് അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ തടസ്സങ്ങളെല്ലാം മാറി. ഇതും നമുക്ക് ഒരു ഒബ്സ്ട്രക്ഷനാണ്, ഇത് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾ ഫ്ലോറൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. യൂഷ്വലി ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ദർ വിൽ ബി എ ജാനിറ്റർ ഫുൾ ടൈം ടു അറ്റൻഡ് ദിസ്. അപ്പോൾ ആ ജാനിറ്ററിൽ നല്ലൊരു ഡ്യുവൽ ബ്ലേഡ് വൈപ്പറും ഉണ്ട്, പിന്നെ ഒരു മൈക്രോഫൈബർ ക്ലോത്തും ഒരു ഹാൻഡ് വൈപ്പറും ഉണ്ടെങ്കിൽ ഹി ക്യാൻ ഡു എ വണ്ടർഫുൾ ജോബ്. സോ ദിസ് ഇസ് ഓൺലി സജഷൻ ഫോർ മീ ഹിയർ, ആൻഡ് ദിസ് ഇസ് സംതിങ് വിച്ച് യു ഹാവ് ടു ചേഞ്ച്. ആൻഡ് ദീസ് 2 dustbins has to be moved to 2 corners. അപ്പൊ നമുക്ക് തടസ്സങ്ങൾ വരാൻ പാടില്ല. ഇത്രയും കാര്യം ബാക്കി നോക്കിക്കഴിഞ്ഞാൽ just been done very well, well organized. Thank you very much.